ഞാൻ ഈ പടി കയറി പോകുന്നത് ഏറ്റവും നല്ല ഹോട്ട് വീൽസ് ആൻഡ് ഡൈകാസ്റ്റ് കളക്ഷന്റെ ഓഫറിലേക്കാണ്. ഇന്ന് നമുക്ക് കുറച്ച് ഗീവ് അവേസ് കൊടുക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ അക്കൗണ്ടിലെ ടീം ട്രാൻസ്പോർട്ടിന്റെ ട്രക്കാണ് ഹോട്ട് വീൽസിന്റെ 1996 ഹോട്ട് വീൽസിലെ സ്മിത്തിന്റെ ലാൻഡ് റോവർ ആണ്. ഡോഡ്ജിന്റെ പവർ 2001 ഹോട്ട് വീൽസ് മേക്ക് ആണ്. അതിന്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്യാനും കൂടെ ഉണ്ട്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഇപ്പോൾ എന്റെ ഏക പരിപാടി എന്ന് പറയുന്നത് ഹോട്ട് വീൽസ് ആൻഡ് ഡൈകാസ്റ്റ് മീറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. മംസാർ പോയി ചെന്ന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാം. മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് ഒരുപാട് എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു. എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കാൻ. അതുകൊണ്ടിട്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ ഇടാന്ന്. ഞാൻ നടത്തിയ ഗീവ് അവേയുടെ ഫസ്റ്റ് വിന്നർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പകരക്കാരൻ വന്ന് കളക്ട് ചെയ്തു. അതുപോലെ സെക്കൻഡ് വിന്നർ കളക്ട് ചെയ്തു. തേർഡ് വിന്നറും പകരക്കാരൻ കളക്ട് ചെയ്തത് ആൻഡ്രെ, എന്റെ ക്ലോസ് ഫ്രണ്ട് കൂടെ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡൈകാസ്റ്റിന്റെ ഡിമാൻഡ്സ് കൂടിയിരിക്കും. ആൾക്കാർ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് മറച്ച് വെക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ 2 വർഷത്തിനകത്തൊക്കെ ആവും. പക്ഷേ എന്റെ എല്ലാ ഐറ്റംസും ഇപ്പോൾ ഇവിടെ തന്നെയാണ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്ലാസ്റ്റിക് പ്രൊട്ടക്ടറിൽ ഇട്ട് തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവരും. എന്റെ കയ്യിലുള്ള കളക്ഷന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് BMW ആണെങ്കിൽ കൂടി R34 അല്ലെങ്കിൽ കുറച്ച് കൈഡ ഹൗസ് ഒക്കെ സെപ്പറേറ്റ് നോക്കുന്നുണ്ട്. എന്റെ BMW ഹോട്ട് വീൽസ് കളക്ഷൻ കംപ്ലീറ്റ് ആയി. അതല്ലാതെ RLC കുറച്ച് R34 ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, BMW M3 കൈഡ ഹൗസിന്റെ ചേസ് ആണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടെയുള്ള മറ്റൊരു മലയാളി നമ്മുടെ സ്വന്തം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ബ്രദറാണ്. ഫോളോവേഴ്സിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാനും ഒരു കോമറേഡ് ആണെന്നുള്ളത്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അൽക്കിയാദ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് മംസാർ സെന്റർ വരുന്നത്. അതിന്റെ ബാക്ക് ഡോർ വഴി കയറിയാൽ തന്നെ കാണുന്ന എസ്കലേറ്റർ വഴിയാണ് മേളിൽ കയറേണ്ടത്. മേളിലാണ് നമ്മുടെ കളക്ഷൻ പോയിന്റ് വരുന്നത്.